അഭിമന്യു വധക്കേസിൽ കുറ്റപത്രമടക്കമുള്ള സുപ്രധാന രേഖകൾ കാണാതായത് സാധാരണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. സിവിൽ കേസുകളിൽ ഉൾപ്പെടെ പല കോടതികളിൽ നിന്നും പല രേഖകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൽ മാത്രം പ്രത്യേകത കാണേണ്ടെന്നും കോടതി പറഞ്ഞു. കോടതിയിൽ നിന്ന് കാണാതായ രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതികളുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പുതിയ രേഖകളുടെ ആധികാരികത പരിശോധിക്കാൻ ഈ രണ്ടു രേഖകളും ഒത്തുനോക്കും. കേസ് പരിഗണിക്കുന്നത് ഈ മാസം 25-ലേക്ക് മാറ്റി. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ഒരിക്കൽ കൂടി ശ്രീകാന്ത്, ഈ രേഖകൾ കാണാതായത് എങ്ങനെ എന്നതിൽ ഒരു അന്വേഷണവും വേണ്ട എന്നാണോ വിചാരണ കോടതി പറയുന്നത്? അങ്ങനെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് എന്ന നിലയിലേക്ക് കോടതി അതിനെ കാണുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത് ഇപ്പോൾ? അഭിമന്യു കേസിൽ ഏറെ വിവാദമായ കാര്യമാണ് വിചാരണാ കോടതിയിൽ നിന്നും ഈ രേഖകൾ കാണാതെ പോയ സംഭവം. അതിൽ ഈ കാണാതായ കുറ്റപത്രമടക്കമുള്ള 11 രേഖകൾ ഇന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ സമർപ്പിക്കുകയും ചെയ്തു. ഈ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് കോടതി മുമ്പാകെ കൊണ്ടുവന്നത്. പക്ഷേ അതിൽ പ്രതിഭാഗം എതിർപ്പറിയിച്ചു. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. തുടർന്ന് കോടതി പ്രതിഭാഗത്തോട് ആവശ്യപ്പെട്ടത് 25-ാം തീയതി നിങ്ങൾക്ക് ഈ പ്രോസിക്യൂഷൻ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാം. ഇത് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയിക്കാമെന്നും കോടതി പറഞ്ഞു. ഹൈക്കോടതി നിർദ്ദേശമുണ്ട് രേഖകൾ പുനർനിർമ്മിക്കാൻ. അതിനാൽ തന്നെ ആ നടപടി തടസ്സപ്പെടുത്താനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിനുശേഷമാണ് അസാധാരണമായ ഒരു പരാമർശം കോടതിയിൽ നിന്നും വന്നത്. അതായത് സാധാരണമാണ് ഇത്തരത്തിൽ രേഖകൾ ചോരുന്നത് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത്. സിവിൽ കേസുകളിലടക്കം പല കോടതിയിൽ നിന്നും ഇത്തരത്തിൽ രേഖകൾ ചോർന്നിട്ടുണ്ട്. ഈ കേസിൽ മാത്രം ഈ രേഖകൾ ചോർന്നത് പ്രത്യേകമായി കാണണ്ട എന്നായിരുന്നു കോടതിയുടെ പരാമർശം. ഒപ്പം മാധ്യമങ്ങളോടും കോടതി ഒരു കാര്യം പറഞ്ഞു. ഇനി ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വളരെ കൃത്യമായി വേണം റിപ്പോർട്ട് ചെയ്യാൻ എന്നൊരു മുന്നറിയിപ്പ് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടാണ് കോടതി നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തത്. അതേസമയം തന്നെ കോടതി മറ്റൊരു കാര്യം പറഞ്ഞത് ഈ രേഖകൾ നഷ്ടപ്പെട്ടത് 2019 ജനുവരിയിലാണെന്നും കഴിഞ്ഞ സെപ്റ്റംബർ 23-ന് മാത്രമാണ് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽ വന്നതെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് ഹൈക്കോടതി ഇത് അറിയിച്ചു എന്നും ഒരു അന്വേഷണത്തിന് എൻക്വയറി ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലം അതിനപ്പുറത്തേക്കുള്ള പോലീസ് അന്വേഷണത്തിന്റെ സാധ്യത കാണുന്നില്ല. കോടതിയുടെ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ശ്രീകാന്ത്, ഇതിൽ ഈ നഷ്ടപ്പെട്ട രേഖകൾ അത് തിരികെ കിട്ടണം. മറ്റൊന്ന്, പ്രതികളുടെ പക്കൽ കുറച്ച് രേഖകളുണ്ട്. പ്രോസിക്യൂഷൻ ഇതിൽ നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് കൊടുക്കും. അപ്പോൾ ഈ രേഖകളുടെ ആധികാരികത കോടതി എങ്ങനെ ഉറപ്പിക്കാനാണ് പോകുന്നത്? അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. പ്രതികൾ തന്നെ ഇത് വിചാരണ ഘട്ടത്തിൽ ഉപയോഗിച്ചുകൂടെ? ഈ രേഖകളുടെ ആധികാരികതയിൽ അവർക്ക് തന്നെ അത് ചലഞ്ച് ചെയ്യപ്പെട്ടേക്കില്ല. അപ്പോഴതെങ്ങനെ വിചാരണ കോടതി ഉറപ്പിക്കും? നിലവിൽ പ്രോസിക്യൂഷൻ പറയുന്നത് ഇത് വിചാരണയെ ബാധിക്കില്ല എന്നാണ്. കാരണം ഈ നേരത്തെ നഷ്ടപ്പെട്ട അതേ രേഖകളുടെ പകർപ്പ് അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പക്കലുണ്ട്, അത് പ്രോസിക്യൂഷന്റെ പക്കലുണ്ട്. ഒപ്പം തന്നെ പ്രതികളുടെ പക്കലും അതേ രേഖകൾ തന്നെയുണ്ട്. അത് സാക്ഷ്യപ്പെടുത്തി മാത്രമാണ് കോടതി മുമ്പാകെ വീണ്ടും സമർപ്പിക്കുന്നത്. അതായത് പുനർനിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കൈവശമുള്ള പകർപ്പ് അത് സാക്ഷ്യപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥൻ വീണ്ടും സമർപ്പിക്കുന്നു. അത് മാത്രമാണ് നടക്കുന്ന നടപടിക്രമം. അത് വിചാരണയെ ബാധിക്കില്ല എന്നാണ് നിലവിലിപ്പോൾ പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നത്. പ്രതികൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാം. അതിനാണ് 25-ാം തീയതി ഈ കേസ് വെച്ചിരിക്കുന്നത്. പക്ഷേ വിജയകുമാർ ഉന്നയിച്ച കാര്യം വളരെ ശ്രദ്ധയോടെ കാണേണ്ടതാണ്. ഈ ചോർച്ചയും ഒപ്പം വീണ്ടും ഈ സമർപ്പിക്കലുമൊക്കെ വിചാരണാ ഘട്ടത്തിൽ പ്രതികൾ ഒരു സംശയവുമില്ല ഉന്നയിക്കും. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. പ്രതികളുടെ കൈവശമുള്ള രേഖകൾ കൂടി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. പുതിയ രേഖകളുടെ ആധികാരികത അങ്ങനെ പരിശോധിക്കും. ഈ രേഖകൾ ഒത്തുനോക്കി കേസ് പരിഗണിക്കുന്നത് ഈ മാസം 25-ലേക്ക് മാറ്റി. രേഖകൾ നഷ്ടമായത് വിചാരണയെ ബാധിക്കില്ല, അതിൽ മറ്റു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്നാണ് പ്രോസിക്യൂഷനും ഇന്ന് കോടതി അറിയിച്ചത്. കൂടുതൽ ഇതിൽ മറ്റു പരിശോധനകൾക്ക്